നമുക്ക് ഒരുമിച്ച് ഒരു പ്രതിജ്ഞ എടുക്കാം. ഇനി ആ പ്രതിജ്ഞ ചൊല്ലിത്തരാനായി ആദരണീയനായ ചാലക്കുടി SHO ശ്രീ ശശികുമാർ സാറിനെ വിനയപുരസരം സ്വാഗതം ചെയ്യും. ജനം TV-യുടെ ഒരുമിക്കാം നമ്മുടെ മക്കൾക്കായി എന്നുള്ള ഈ പ്രോഗ്രാമിൽ ഇന്ന് സ്വാഗതം ആശംസിച്ച ശ്രീ ശ്യാം ബാബു കോറോത്ത്, അധ്യക്ഷൻ നഗരസഭാ അധ്യക്ഷ കൂടിയായ ശ്രീമതി ആലിസ് ഷിബു, ഈ ചടങ്ങിന് പ്രസംഗം നടത്തി ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ശ്രീ സനീഷ് കുമാർ ജോസഫ് MLA സാർ, നിങ്ങൾക്കായി ലഹരി വിരുദ്ധ സന്ദേശം നൽകിയ അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥൻ മാഡം, ഇനിവിടെ കുട്ടികളുമായി സംവാദത്തിൽ ഏർപ്പെടാൻ റെഡിയായിരിക്കുന്ന ശ്രീ KK രാജു, ആശംസ അറിയിക്കുന്ന PG ദിലീപ് പ്രിൻസിപ്പാൾ, മറ്റു വേദിയിലും സദസ്സിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയ കുട്ടികളെ. അപ്പോൾ ഈ ലാസ്റ്റ് വീക്കിൽ, അതായത് കഴിഞ്ഞ ആഴ്ച നിങ്ങൾ ന്യൂസിൽ കുറേ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവാം. അതിൽ നിങ്ങൾ ഏറ്റവും ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു പേരാണ് ഇപ്പം അടുത്ത കാലത്ത് ബഹിരാകാശത്തേക്ക് പോയ ഒരു വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? മലയാളിയാണ്, അദ്ദേഹത്തിൻ്റെ റൂട്ട് ബിലോങ്സ് ടു ഒറ്റപ്പാലം. ആരെങ്കിലും? ആരാ? ഡോക്ടർ അനിൽ മേനോൻ. കേട്ടിട്ടുണ്ടോ? കഴിഞ്ഞ വീക്കിൽ ന്യൂസിലൊക്കെ വന്ന വളരെ പ്രസിദ്ധി ആർജിച്ച ഒരു ന്യൂസായിരുന്നു അത്. അതുപോലെ ഈ മാസം തന്നെ 17-ാം തീയതി നമ്മുടെ പ്രധാനമന്ത്രി ഒരു ട്രെയിൻ ഉദ്ഘാടനം നടത്തി. എന്തായിരുന്നു അതിൻ്റെ പ്രത്യേകത? ആരെങ്കിലും ശ്രദ്ധിച്ചോ? ആരെങ്കിലും? ഹൈഡ്രജൻ ഫ്യൂവലാക്കിക്കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഇന്ത്യയിൽ ആദ്യമായി ഒരു ട്രെയിനിന് ഫ്ലാഗ് ഓഫ് ചെയ്തു അദ്ദേഹം. എന്താണ് അതിൻ്റെ പ്രത്യേകത? ലോകത്തിൽ തന്നെ 5ാമത്തെ രാഷ്ട്രമാണ്. നോക്കി നോക്കുക നമ്മുടെ ഇന്ത്യയുടെ ആ ഒരു വികസനം എത്ര ഉണ്ടെന്ന്. ലോകത്തിൽ ഇത്രയും 200ഓളം രാഷ്ട്രങ്ങളുള്ളതിൽ എന്ത് ചെയ്യുന്നുണ്ട്? മുമ്പ് 4 രാഷ്ട്രങ്ങൾക്ക് മാത്രമാണ് അങ്ങനെ, അതും തദ്ദേശീയമായി ഇൻഡിജിനസ് ആയിട്ട് നമ്മൾ ഉണ്ടാക്കിയ ടെക്നോളജിയാണ്. ഇന്ത്യ സ്വന്തമായി നിർമ്മിച്ച ടെക്നോളജിയിൽ എന്ത് ചെയ്തു? ഒരു ഹൈഡ്രജൻ ഫ്യൂവൽ ഉപയോഗിച്ച് എവിടെ എത്തി? ട്രെയിൻ സർവീസ് ആരംഭിച്ചു. അതിൻ്റെ ഉദ്ഘാടനം ഈ മാസം 17-ാം തീയതി ആര് നിർവഹിച്ചിട്ടുണ്ട്? നമ്മുടെ ബഹുമാനായ പ്രധാനമന്ത്രി നിർവഹിച്ചിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ കണ്ടൊരു ന്യൂസായിരുന്നു എന്ത്? അണ്ടർ 12 കണ്ടോ? വേൾഡ് കപ്പ്, കുട്ടികളുടെ വേൾഡ് കപ്പ്, ഗോത്തി കപ്പ് എന്നറിയപ്പെടുന്ന അണ്ടർ 12 വേൾഡ് കപ്പിൽ ഇന്ത്യൻ കുട്ടികളായ അല്ലെങ്കിൽ 12 വയസ്സുള്ള കുട്ടികൾ എന്ത് ചെയ്തു? ബ്രസീലിനെ തോൽപ്പിച്ച് എന്തായി? അണ്ടർ 12 വേൾഡ് കപ്പ് എന്നറിയപ്പെടുന്ന ആ കപ്പ് നേടി. ഇത്തരം ന്യൂസുകളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇത് നിങ്ങളെല്ലാവരും ഏറ്റവും കൂടി ഇനി ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. ഇത്തരം ന്യൂസുകളാണ് നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ടത്. കാരണം നമ്മെ എന്ത് ചെയ്യേണ്ടത്? സ്വപ്നം കാണാൻ പഠിപ്പിച്ച ഒരു മഹാനുണ്ട്. നമ്മുടെ മുൻ പ്രസിഡൻ്റായിരുന്ന ഈ രാഷ്ട്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശാസ്ത്രജ്ഞനായിരുന്നു അദ്ദേഹം. സ്വപ്നം എന്താണ്, എങ്ങനെ സ്വപ്നം കാണണം എന്നൊക്കെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം. അതുപോലെ ഇത്തരം ന്യൂസുകളിലാണ് നമ്മളെല്ലാ കുട്ടികളും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ ഒരു സ്വപ്നമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കേണ്ടത്. പക്ഷേ അതിനെല്ലാം വിലങ്ങുതടിയായിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ലഹരി എന്നുള്ളൊരു സിസ്റ്റം അല്ലെങ്കിൽ അങ്ങനെ ഒരു വസ്തു വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു. അത് സമൂഹത്തെ എല്ലാം എന്ത് ചെയ്തുകൊണ്ട് മൊത്തത്തിൽ കാർന്നു തിന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു ഇറാഡിക്കേഷൻ അല്ലെങ്കിൽ ഇത് എന്ത് ചെയ്യണം? സമൂഹത്തിൽ നിന്ന് മൊത്തം ഉന്മൂലനാശനം ചെയ്യണം എന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? സംസ്ഥാന ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ വീണ്ടും നമ്മൾ പറയുന്നു, ഈ ഒരു സിസ്റ്റം, ഈ ലഹരിയായിട്ട് ബന്ധപ്പെട്ട എല്ലാ സിസ്റ്റം നമ്മളിൽ നിന്ന് പോവാൻ അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് മാറി ഈ സൊസൈറ്റി എന്താക്കണം? In order to purify the society, we shall eradicate all these things. അപ്പോൾ അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഒരു പ്രതിജ്ഞ ചൊല്ലാം. എല്ലാവരും ഒന്ന് എണീറ്റ് നിന്ന് പ്രതിജ്ഞ ഏറ്റു പറയണം എന്ന് പറയുന്നു. എണീറ്റ് ഇരിക്കുക. എങ്ങനെയാണ്? ഗുഡ് മോർണിംഗ്. വലത്തെ കൈ നമ്മുടെ ഹാർട്ടിൽ, മനസ്സിലായില്ലേ? ഇവിടെ വെച്ചിട്ട് നമുക്ക് പ്രതിജ്ഞ ചൊല്ലാം. ഓക്കെ? അപ്പം എല്ലാവരും റെഡിയല്ലേ? ഓക്കെ. മദ്യവും മയക്കുമരുന്നും
ഉൾപ്പെടെയുള്ള ലഹരി പദാർത്ഥങ്ങൾ വ്യക്തികളെയും കുടുംബങ്ങളെയും സമൂഹത്തെയും നശിപ്പിക്കുന്ന വലിയ വിപത്താണെന്ന് ഞാൻ പൂർണ്ണമായും തിരിച്ചറിയുന്നു. എൻ്റെ ജീവിതത്തിൽ ഒരു ഘട്ടത്തിലും ഞാൻ ഏതെങ്കിലും തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയോ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യില്ലെന്ന് ഇതിനാൽ ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. ആരോഗ്യകരവും സമാധാനപൂർണവുമായ ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്നതിനായി എൻ്റെ സുഹൃത്തുക്കളെയും സഹജീവികളെയും ലഹരിയുടെ ഉപയോഗത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ഞാൻ എൻ്റെ പരമാവധി ശ്രമിക്കും. സമൂഹത്തിൽ നടക്കുന്ന ലഹരി വിരുദ്ധ ബോധവൽക്കരണ പ്രവർത്തനങ്ങളിൽ ഞാൻ സജീവമായി പങ്കുചേരും. ലഹരിമുക്തമായ ആരോഗ്യവും സന്തോഷവുമുള്ള ഒരു നല്ല നാളേക്കായി പ്രവർത്തിക്കാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. താങ്ക് യു. താങ്ക് യു സോ മച്ച്.